إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ നാം ശ്രമിക്കണം, പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഭൂമിയായ മക്കയെ സംബന്ധിച്ചും അതിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. പരിശുദ്ധമായ മക്ക രാജ്യം കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാടും മണ്ണും അത് മദീനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പോയ നാടാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് മദീനയുടെ നാട്. യസ്രിബ് എന്നാണ് അതിന്റെ പഴയ നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് ഹിജ്റ പോയി. അങ്ങനെ റസൂലുള്ളാഹിന്റെ പട്ടണം മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നിന്നാണ് അൽ മദീന എന്ന നാമകരണം അതിന് ലഭിച്ചിട്ടുള്ളത്. വേറെയും ഒരുപാട് പേരുകളുണ്ട്. ദാറുൽ ഹിജ്റ, ദാറുൽ ഈമാൻ, ത്വയ്ബ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ പണ്ഡിതന്മാർ അതിന് നൽകിയതായി കൊണ്ട് കാണാൻ കഴിയും. 20-ലധികം നാമങ്ങൾ മദീനക്കുണ്ട് എന്ന് ദാറുൽ ബുൽദാനിൽ നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും. ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ണും നാടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന. ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ അനുഭവിച്ച പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും കയ്യും കണക്കുമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും പുറത്തു പോകാൻ ഇഷ്ടമില്ലാത്ത നാടായിട്ട് പോലും പ്രവാചകൻ മക്കയിൽ നിന്ന് പുറത്തു പോവുകയാണ്. നാട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് ചില ആളുകൾ മക്കയിലേക്ക് ഉംറയുടെ ആവശ്യാർത്ഥം വരുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറുണ്ടാക്കി. അതാണ് അഖബ ഉടമ്പടി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. 2-3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാറുണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കഴിഞ്ഞാൽ ആ പ്രവാചകൻ അവർ ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല. ഏറ്റവും നല്ല രീതിയിൽ പ്രവാചകനെ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അതുകൊണ്ടാണ് ദാറുൽ ഹിജ്റ എന്ന പേര് മദീനക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. ആ മദീനയിലാണ് പിന്നീട് പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുന്നതും ഒരു വിലായത്ത് ഇസ്ലാമികമായി കൊണ്ട് സാമ്രാജ്യം രൂപപ്പെട്ടു വരുന്നതൊക്കെ മദീനയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മൗത്തിനുൽ വിലായ, ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാനം എന്നും മദീനക്ക് പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ മക്കൾക്ക് ശേഷം ഏറ്റവും പുണ്യമുള്ള നാടും അതുപോലെ തന്നെ മണ്ണുമാണ് യഥാർത്ഥത്തിൽ മദീന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മക്ക രാജ്യം വിട്ട് റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമായ മക്ക വിട്ടുകൊണ്ടാണ് മദീനയിലേക്ക് വരുന്നത്. വരുന്ന സന്ദർഭത്തിൽ മദീനയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. അല്ലാഹുവേ, മക്ക രാജ്യം വിട്ടുകൊണ്ടാണ് ഞങ്ങൾ മദീനയിലേക്ക് വരുന്നത്, അതുകൊണ്ട് മദീന ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കണം. കഹുബ്ബിന മക്ക ഔ അശദ്. മക്ക രാജ്യം ഞങ്ങൾക്ക് എപ്രകാരം പ്രിയപ്പെട്ടതായിരുന്നു അതിനേക്കാളും അല്ലെങ്കിൽ അതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമുള്ള ഒരു ഇഷ്ടം മദീനയോട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് നീ തരയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നാടിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മദീനയുടെ മറ്റൊരു പ്രത്യേകത, അവിടെയാണ് ഉഹദ് മലയുള്ളത്. ഉഹദ് മല കണ്ട ആളുകൾക്കറിയാം അതിന്റെ വലിപ്പവും അതിന്റെ നീളവും എത്രയുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉദാഹരണം പറയുന്ന മലയാണ് ഉഹദ് മല. ഉഹദ് മലയോളം സ്വർണമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരാൾ ജനാസയുടെ കൂടെ പങ്കെടുത്താൽ അവന് ഖീറാത്ത് ലഭിക്കും. എന്താണ് ഖീറാത്ത്? ഉഹദ് മലയോളം വലിപ്പമുള്ളതാണ് ഖീറാത്ത്. എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പറയുന്നൊരു മലയാണ് ഉഹദ് മല. ആ മദീനയിലുള്ള പ്രസിദ്ധമായ ഉഹദ് മലയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബു. ആ മലയുടെ, മദീനയുടെ മലയുടെ പ്രത്യേകത എന്താണ്? ആ മലയെ നാം ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ആ മല നമ്മളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസിയെയും സ്നേഹിച്ച ഒരു മലയാണ് ഉഹദ് മല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മലക്ക് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയമുണ്ടായേക്കാം. അതൊരു കല്ലും മണ്ണും അതുപോലെ തന്നെ കുത്തങ്കല്ലുമല്ലേ? അതിനെങ്ങനെയാണ് പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയുക? ഈ ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പരിശോധിച്ചാൽ വളരെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കും. ജീവജാലങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം ഇദ്റാഖുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയും അവിടുത്തെ മരങ്ങളും ജീവജാലങ്ങളും ചരാചരങ്ങളുമെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലുണ്ടായിരുന്ന കല്ലുകളും മരങ്ങളും സലാം പറഞ്ഞിരുന്നു എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഉഹദ് മലയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മല നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നാം ആ മലയെയും ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടുകാർ അത് മദീനവാസികളാണ്, മദീനക്കാരാണ്, യസ്രിബിന്റെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലൗ സലക്കൻ നാസു വാദിയൻ വസലക്കത്തിൽ അൻസാറു വാദിയൻ. ജനങ്ങളെല്ലാം ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്, അൻസാരികൾ മറ്റൊരു വഴിയിലേക്കും പ്രവേശിക്കുന്നു, ഒരു താഴ്വരയിലേക്ക് പ്രവേശിക്കുന്നു. ലസലക്തു വാദിയൽ അൻസാർ, ഞാൻ അൻസാരികളുടെ വാദിയിലേക്കാണ് പ്രവേശിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അൻസാരികളുടെ കൂടെയായിരിക്കും, മദീനവാസികളുടെ കൂടെയായിരിക്കും ഞാനുണ്ടാവുക. അതാണ് എനിക്ക് ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രയും റസൂലുള്ളാഹി മദീന ഇഷ്ടപ്പെട്ടിരുന്നു, അവിടുത്തെ നാട്ടുകാർ ഇഷ്ടപ്പെടുന്നു, അൻസാരികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മദീനയെ ഹറമാക്കി മാറ്റിയത്.
നമുക്കറിയാം പ്രവാചകൻ മദീനയ്ക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് ഒരു സാധാരണ നാട് മാത്രമാണ്. പക്ഷേ പ്രവാചകൻ മദീനയിലേക്ക് എത്തിയത് മുതൽ ഒരു വെളിച്ചമുണ്ടായി, അതൊരു ഹറമായി രൂപപ്പെടുകയാണ്. വഇന്നി ഉഹർരിമു മാ ബൈന ലാബിതൈഹ, ആ രണ്ട് കറുത്ത കല്ലുകൾ അല്ലെങ്കിൽ കറുത്ത കല്ലുകളുള്ള സ്ഥലങ്ങൾക്കിടയിൽ ഞാൻ ഹറമിനെ ഹറമായിക്കൊണ്ട് മദീനയെ ഹറമായിക്കൊണ്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതോടുകൂടിയാണ് മക്കൾക്ക് ശേഷം മദീനയും ഹറമാക്കി മാറ്റപ്പെടുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹറമുണ്ട്, എന്റെ ഹറം മദീനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് മദീനയുടെ മറ്റൊരു മഹത്വം. അതേപോലെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ആദ്യം ചെയ്ത പണി എന്താണ്? അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. അതാണ് മസ്ജിദുർ റസൂൽ, മസ്ജിദുൻ നബവി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി. ലോകത്ത് ഇസ്ലാമിക ചരിത്രം എവിടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മുസ്ലിമീങ്ങൾ എവിടെ ചെന്നിറങ്ങിയാലും ആദ്യം അവർക്കൊരു ആരാധന കേന്ദ്രമുണ്ടാകും. ഇന്ത്യയുടെ ചരിത്രം നമുക്കറിയാം, കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ആദ്യം എത്തി അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. സ്ഥലം വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഖബറുകളൊക്കെ നീക്കം ചെയ്തു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാണ് റസൂലുള്ളാഹിന്റെ പള്ളി. ആ പള്ളിയിലേക്കാണ് തീർത്ഥയാത്ര അനുവദിക്കപ്പെട്ട 3 പള്ളികളാണത്. അതിൽ റസൂൽ പറഞ്ഞു, ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, മസ്ജിദുൽ ഹറാമും അതുപോലെ തന്നെ മസ്ജിദുർ റസൂലും മസ്ജിദുൽ അഖ്സയും, ഇതിലേക്ക് മാത്രം വാഹനം കെട്ടി പുറപ്പെടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മദീനയുടെ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പള്ളികളിലേക്കാളും 1000 ഇരട്ടി പുണ്യമാണ് ഒരു നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഉള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചാൽ, നമ്മുടെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ 1000 ഇരട്ടി പുണ്യം കിട്ടും. അതായത് മസ്ജിദുൽ ഹറാമാണെങ്കിൽ അവിടെ 1,00,000 പുണ്യമുണ്ടാകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. മസ്ജിദുൽ അഖ്സയാണെങ്കിൽ 500 ഇരട്ടിയാണ് പുണ്യമുള്ളത്. അപ്പോൾ മസ്ജിദുൽ ഹറാമിന് 1,00,000-ഉം റസൂലുള്ളാഹിന്റെ പള്ളിക്ക് 1000-ഉം മസ്ജിദുൽ അഖ്സക്ക് 500 ഇരട്ടിയും പുണ്യമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പുണ്യമുള്ള പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മദീനത്തുർ റസൂൽ. അതേപോലെ തന്നെ മദീനയുടെ മറ്റൊരു പ്രത്യേകത, അവിടെയാണ് റൗളയുള്ളത്. റൗള എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറാണ്. അതുകൊണ്ടാണ് മലയാളത്തിലൊക്കെ പാട്ട് കാണാം, റൗള കാണാൻ അല്ലെങ്കിൽ കാണിക്കാൻ കൊതിയൂട്ടണമേ റബ്ബേ എന്നൊക്കെ പറഞ്ഞ് റൗള കാണാൻ ഒരു മഹത്വം. റൗള കാണലല്ല, അവിടെ പോയി നമസ്കരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറല്ല റൗള. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ റൗളയുണ്ട്. എന്താണ് റൗള എന്ന് പറഞ്ഞാൽ? മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് റൗള ഷരീഫ്. ഇന്ന് മസ്ജിദുൻ നബവി സന്ദർശിച്ച ആളുകൾക്കറിയാം, ഒരു പ്രത്യേകമായ കാർപ്പറ്റ് കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ കുറച്ച് സ്ഥലം, അതാണ് റൗളത്തു ഷരീഫ്. ആ റൗളയുടെ പ്രത്യേകത എന്താണ്? അത് സ്വർഗത്തിൽ നിന്നുള്ള തോട്ടമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അത് സ്വർഗത്തിന്റെ സ്ഥലമാണ്. അതിന് പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും 5 വക്ത് പ്രവാചകൻ നടക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദസ്പർശം ഏറ്റവും കൂടുതൽ ഏറ്റ സ്ഥലമാണ് റൗള ഷരീഫ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസുകളും ഖുർആൻ അവതരണങ്ങളും പ്രവാചകന്റെ ഇൽമ് ആളുകൾക്ക് കൊടുത്തതുമെല്ലാം അവിടെ വെച്ചുകൊണ്ടാണ്. പ്രവാചകന്റെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള സ്ഥലം അവിടെയാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് സ്വർഗത്തിലേക്ക് അഥവാ ഖിയാമത്ത് നാളിന് ശേഷം ഈ സ്ഥലം അതൊരു സ്വർഗത്തിന്റെ തോട്ടമായിക്കൊണ്ട് അള്ളാഹു മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം അത് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. ദുനിയാവിൽ നിന്നൊരു സ്ഥലം മാറ്റുന്നുണ്ടെങ്കിൽ അത് റൗളയാണ്. അതുകൊണ്ടാണ് റൗളത്തും റിയാദുൽ ജന്ന എന്ന് റസൂൽ അതിനെ വിശേഷിപ്പിച്ചത്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഇൽമിന്റെ സദസ്സുകളും എല്ലാ സദസ്സുകളും അസ്ഹാബു സുഫയും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും പ്രവാചകന്റെ അനുയായികളും എല്ലാവരും ഇരുന്ന സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം ഭൂമിയിൽ മദീനയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റൗളത്തും റിയാദുൽ ജന്ന, അത് റസൂലുള്ളാഹിന്റെ ഖബറായി ചില ആളുകൾ ഇന്ന് റസൂൽ ഏതൊരു പച്ചക്കുപ്പ വിരിച്ച ഒരു ഫോട്ടോത്തിൽ റൗള ഷരീഫ് എന്നൊക്കെ എഴുതി വെച്ച് അതെന്തോ ബർക്കത്തുണ്ട് പുണ്യമുള്ള കാര്യമാണെന്ന് വെച്ച് വീട്ടിലൊക്കെ തൂക്കുന്ന ചില മുസ്ലിം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അന്ധവിശ്വാസവും അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണയാണ്. റസൂലുള്ളാഹിന്റെ റൗള എന്ന് പറഞ്ഞാൽ അത് ഖബറല്ല. അവിടെ 2 റക്അത്ത് പോയി നമസ്കരിക്കൽ വളരെ പുണ്യമുള്ള കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാണ്. പലപ്പോഴും റൗള കാണാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ അതിന് പ്രത്യേകമായ പാസൊക്കെ ലഭിച്ച് മദീനയ്ക്ക് സന്ദർശിക്കുന്ന ആൾ റൗള കാണാൻ പറഞ്ഞു തന്നാൽ അവിടെ വന്നിട്ട് വീഡിയോ എടുക്കലാണ് പല ആളുകളും പതിവ്.
ആ റോളന്റെ വീഡിയോ എടുത്ത് അങ്ങോട്ട് അവിടുന്ന് സെൽഫി എടുത്ത് അതല്ല അവിടെ ചെയ്യേണ്ടത്. അവിടുത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതല്ലാതെ എല്ലാ സ്ഥലത്തും ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ അവനവന്റെ ഫോട്ടോ മോന്തിയും മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്ത് അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് അവിടുത്തെ മുത്തുമാരിപ്പത് തടയാറില്ല, ശരി തന്നെയാണ്. കാരണം ഹജ്ജിൽ വരുന്ന ആളുകൾ ഹാജിമാർ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കുക എന്ന രീതിയിൽ അതവർ മാറ്റി നിർത്തിയതാണ്. പക്ഷെ നമ്മളാണ് സ്വയം ചിന്തിക്കേണ്ടത്. റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമല്ല, അവിടെ 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സ്ഥലമാണ്. അത് കൃത്യമായി നമസ്കരിക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഇബാദത്ത്. അതേപോലെ തന്നെ മദീനയുടെ മറ്റൊരു പ്രത്യേകത, അവിടെ ഈ മസ്ജിദുൽ ഖുബയുള്ളത്. മസ്ജിദുൽ ഖുബയാണ് റസൂലുള്ളാഹി മദീനയിൽ വന്ന് ആദ്യം ഇറങ്ങിയ സ്ഥലം. അവിടെ ജുമുഅ നമസ്കരിച്ചു, പിന്നീടാണ് പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നത്. ആ ഖുബാ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് മൻ ഖറജ ഹത്താ യഅതി ഹാദൽ മസ്ജിദ്, ഖുബയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വുളു എടുത്തുകൊണ്ട് ആ മസ്ജിദുൽ ഖുബയിലേക്ക് എത്തിയാൽ ഫസല്ല ഫീഹ് എന്ന 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ കാന ലഹു അദ്ലു ഉംറത്തിൻ, അവന് ഉംറയുടെ പ്രതിഫലമുണ്ട്. മഹാനായ ഇബ്നു ഉമർ മുത്തബിഉ സുന്ന അതേ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് ഖുബയിലേക്ക് നടന്നു പോകും. അപ്പൊ അവിടെ പോയ ആളുകൾക്കറിയാം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഖുബയിലേക്ക് നടപ്പാതയുണ്ട്. അത് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ സുന്നത്തായിരുന്നു. അവർ റസൂലുള്ളാഹിന്റെ മദീനത്തിൽ നിന്ന് ഖുബയിലേക്ക് നടന്നു പോകും. നടന്നു പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവിടെ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്സലാത്തു ഫീ മസ്ജിദി ഖുബ കഉംറത്തിൻ, മറ്റൊരു ഹദീസിൽ കാണാം. ഖുബാ പള്ളിയിൽ 2 റക്അത്ത് നമസ്കാരം അത് ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പുണ്യമുള്ള നാടാണ് മദീന. ഇപ്പൊ ചില ഖുർആൻ പ്രഭാഷകർ എന്നൊക്കെ പറഞ്ഞ് നാട് ചുറ്റി നടക്കുന്ന ആളുകൾ പറയും, എന്ത് മദീന, മദീനക്കൊരു പുണ്യമില്ല, മദീനക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നാ ചില ആളുകൾ പറഞ്ഞു. മദീനയിൽ താമസിക്കാൻ നമുക്ക് ഇഷ്ടമല്ല എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടോളി. മദീനയിൽ താമസിക്കുന്നതിന്റെ മഹത്വം റസൂലുള്ളാഹി പറയാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മദീനയിൽ താമസിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ മഹത്വം ഒരുപാടുണ്ട്. പ്രവാചകൻ മദീനയിൽ നിന്ന് ഒരു ദിവസം പറയാം, തുഫ്തഹുൽ യമനും ഫയഅതി ഖൗമുൻ യുബിസൂന ഫയതഹമ്മലൂന ബിഅഹ്ലിഹിം വമൻ അതഅഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം യമൻ കീഴടക്കപ്പെടും. അന്ന് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ യമൻ മുസ്ലിങ്ങൾ അധീനത്തിൽ വന്നിട്ടില്ല. പ്രവാചകന്മാർ യമൻ കുറച്ചു കഴിഞ്ഞാൽ കീഴടക്കപ്പെടും. അപ്പൊ യമനിന്റെ ജീവിത സൗകര്യങ്ങളും അവിടുത്തെ ആസ്വാദനങ്ങളും കണ്ടുകൊണ്ട് ചില ആളുകൾ ഈ മദീന വിട്ടുകൊണ്ട് യമനിലേക്ക് പോകാൻ ഉദ്ദേശിക്കും. വൽ മദീനത്തു ഖൈറുൻ ലഹും ലൗ കാനൂ യഅലമൂൻ, അവരെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും ഖൈറുള്ള ഭൂമി. ശേഷം റസൂൽ പറയാൻ, വതുഫ്തഹു ശാം, ആ യമനിന് ശേഷം ഷാം ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ കീഴിലേക്ക് വരും. അപ്പോഴും ഇതുപോലെ ആ ഷാമിന്റെ ഭംഗിയും ആ ഷാമിന്റെ മഹത്വവുമൊക്കെ ജീവിത സൗകര്യങ്ങളും നോക്കി മദീന വിട്ട് ചില ആളുകൾ ആ ഷാമിലേക്ക് പോകും. വൽ മദീനത്തു ഖൈറുൻ ലഹും ലൗ കാനൂ യഅലമൂൻ, അവരെങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഭൂമി. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വതുഫ്തഹുൽ ഇറാഖ്, ഇറാഖിന്റെ ഭൂമിയും ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിൽ വരും. അപ്പോഴും അവിടേക്കും ചില ആളുകൾ മദീനയിൽ നിന്ന് പോകാൻ ഇഷ്ടപ്പെടും. എന്നാൽ വൽ മദീനത്തു ഖൈറുൻ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും ഖൈറായ മണ്ണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ മദീനയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഖൈറായ കാര്യമല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇനി അതല്ല, മദീനയിലേക്ക് ആരെങ്കിലും വന്നുകൊണ്ട് താമസിക്കാൻ ഉദ്ദേശിക്കുള്ളൂ, അതും അവർക്ക് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മനിസ്തതഅ യമൂത ബിൽ മദീന ഫൽയമതു ബിഹാ, ആർക്കെങ്കിലും മദീനയിൽ പോയിക്കൊണ്ട് മരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ മരിക്കട്ടെ എന്നാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. എല്ലാവർക്കും മദീനയിൽ പോകാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ, ഒരാൾ മദീനയിൽ താമസിക്കാൻ അയാൾക്ക് രോഗം പിടിപൊട്ടി ഇനി അധികകാലം ജീവിക്കൂല അയാൾക്ക് മനസ്സിലായി, അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ മദീനയിൽ തന്നെ ജീവിക്കലാണ് അയാൾക്ക് ഖൈർ. കാരണം എന്താണ്? മദീനയിൽ മരിക്കുക എന്ന് പറഞ്ഞതിന്റെ പുണ്യം എത്രയാണ്? റസൂൽ പറഞ്ഞു, ഫഇന്നി ഉശഫിഉ ബിമൻ യമൂതു ഫീഹാ, ആ മദീനയിൽ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പരലോകത്ത് വെച്ചുകൊണ്ട് ശഫാഅത്ത് ചോദിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസാണ്. അത്രയും പുണ്യമുണ്ട് മദീനക്ക്. എന്നിട്ടാ ചില ആളുകൾ പറഞ്ഞു, മദീനക്ക് ഒരു പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല, മദീനന്റെ പുണ്യൊക്കെ ഇങ്ങോട്ട് മുക്കത്തുക്കും മുത്തടത്തൊക്കെ വന്നോട്ടെ എന്ന്.
ഇതൊക്കെ തനിച്ച് കുഫറിന്റെ വാചകങ്ങളാണ്. റസൂല പറയാണ്, മദീനയിൽ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മദീനയിലാണ് മരിക്കേണ്ടത്. അത്രയും പുണ്യമുള്ള നാടാണ് മദീന. ആ മദീനയുടെ മഹത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മദീനയിൽ എത്ര ഫിത്നകളുണ്ടെങ്കിലും പോലും, അഥവാ റസൂലുള്ളാഹിന്റെ കാലശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധത്തിന് ശേഷം ഒരുപാട് ഫിത്നകൾ മദീനയിലും മക്കത്തൊക്കെ ഉണ്ടായി. സഹാബത്തിനിടയിലും അതുപോലെ തന്നെ ചില ഖവാരിജികളും അതുപോലെ തന്നെ ഈ ഷിയാക്കളും ഒക്കെ ഫിത്ന ഉണ്ടാക്കി. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സദസ്സിൽ മദീനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൗലത്തായിട്ടുള്ള ഒരു മോചിപ്പിച്ച അടിമ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി അറത്തുൽ ഖുറൂജി യാ അബാ അബ്ദുറഹ്മാൻ, അല്ലയോ അബു അബ്ദുറഹ്മാൻ, ഞാൻ ഈ നാട് വിട്ടു പോകാൻ ഉദ്ദേശിക്കാൻ. കാരണം എന്താ? ഇഷ്തദ്ദ അലൈന സമാൻ, നാട്ടിൽ ഒരുപാട് ഫിത്നയും ഫസാദൊക്കെ ആയി. റസൂലുള്ളാഹിന്റെ പള്ളിയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഖവാരിജികളും ഷിയാക്കളും ഒക്കെ ഒരുപാട് ഫിത്ന ഉണ്ടാക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊന്നു. അതുപോലെ തന്നെ അലി ഇബ്നു അബീ താലിബിന്റെ കാലഘട്ടത്തിൽ ഒരു ഫിത്ന ഉണ്ടായി. ഇതൊക്കെ കണ്ട് മടുത്തിട്ട് ഈ മദീന വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ, ഉഖ്ഉദി ലിഖാഇൻ, അല്ലേ വിവരം കെട്ടവളെ, നീ മദീനയിൽ തന്നെ ഇരിക്കൂ. തന്റെ മോചിപ്പിക്കപ്പെട്ട അടിമയാണ്, ഒരു പെണ്ണാണ്. വിവരമില്ലാത്ത പെണ്ണ് വന്നിട്ട് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ വിവരമില്ലാത്തവളെ, നീ അവിടെ തന്നെ നിൽക്കുക. കാരണം ഫഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യസ്ബിറു അലാ ലഅവാഇഹാ വശിദ്ദതിഹാ അഹദുൻ ഇല്ലാ കുൻതു ലഹു ഷഹീദൻ. ഈ മദീനയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആ മദീനയിൽ തന്നെ ഒരു മനുഷ്യൻ നിന്നാൽ ഇല്ലാ കുൻതു ലഹു ഷഹീദ, ഞാൻ അവന് വേണ്ടി പരലോകത്ത് സാക്ഷി നിൽക്കും. ഔ ശഫീഅൻ യൗമുൽ ഖിയാമ, അതല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവന് വേണ്ടി ശഫാഅത്ത് ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് നീ മദീന വിട്ട് പോകരുത്, മദീനയിൽ തന്നെ താമസിച്ചു. എത്ര പ്രയാസങ്ങളും ഫിത്നയുണ്ടെങ്കിലും ഇവിടെ തന്നെ നിന്നോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മൗലാത്തിനെ ഓർമ്മപ്പെടുത്തിയതായിക്കൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത്രയും പുണ്യമുള്ള നാടാണ് മദീന. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്, അല്ലാഹു നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക്, എന്റെ മരണം നിന്റെ റസൂലുള്ളാഹിന്റെ നാട്ടിൽ നീ ആക്കണമേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ട് കാര്യമാണ് അല്ലാഹുവിനോട് ചോദിച്ചത്. ഒന്ന്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് തരണം. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ഉഹുദ് മലയിലൂടെ മുകളിൽ ഒരിക്കൽ മഹാനായ അബൂബക്കറും ഉമറും ഉസ്മാനും അതുപോലത്തെ റസൂലുള്ളാഹി ഇരിക്കൽ. അപ്പോൾ ഉഹുദ് മല ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഉസ്ബുത്, നീ അടങ്ങിയിരിക്കണം, നിന്റെ മുകളിൽ ഒരു സുദ്ദീഖും രണ്ട് ഷഹീദുമാരുമാണ് ഇരിക്കുന്നത്, ഒരു പ്രവാചകനും. രണ്ട് ഷഹീദുമാർ പറഞ്ഞത് ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും. ഇവർ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് അവിടെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചതാണ്. അള്ളാഹു നീ ഷഹാദത്ത് എനിക്ക് തരണം. രണ്ടാമത്തെ കാര്യം എന്താ? വജ്അൽ മൗതി ഫീ ബലദി റസൂലിക, അള്ളാഹു നിന്റെ റസൂലുള്ളാഹിന്റെ ഭൂമിയിൽ മരിക്കാൻ നീ എനിക്ക് അവസരം തരണം. അള്ളാഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കുകയാണ്. അദ്ദേഹം മരിച്ചതും കുത്തേറ്റ് വീണതും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ചരിത്രം അറിയാലോ. അപ്പൊ മദീനയിൽ മരിക്കാൻ കൊതിക്കുക എന്ന് പറഞ്ഞത് അതൊരു വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. അതല്ലാതെ അവിടെ ഒന്നും പ്രത്യേകിച്ചൊരു പുണ്യമില്ല എന്നൊന്നും പറഞ്ഞാൽ അതൊരു മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മദീനയുടെ ഭക്ഷണത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, മക്കക്കാർക്ക് വേണ്ടിയും അവിടുത്തെ അഹ്ലുകാർക്ക് വേണ്ടിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഭക്ഷണത്തിന് വേണ്ടി. പക്ഷെ മദീനയിലെ ഭക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന, അല്ലാഹുവേ മദീനത്തെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഫലവർഗ്ഗങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം. വബാരിക് ലനാ ഫീ മദീനതിന, ഈ മദീനക്ക് നീ ബർക്കത്ത് ചെയ്യണം. അതുകൊണ്ടാണ് മദീനത്തെ മണ്ണിന് പോലും ബർക്കത്തുണ്ട്. വതുർബത്തു അർദിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തുമ്പോൾ, രോഗികൾക്ക് വേണ്ടി ചികിത്സ നടത്തുമ്പോൾ പ്രവാചകൻ തന്റെ തുപ്പല് മദീനത്തെ മണ്ണിൽ വെച്ചുകൊണ്ട് രോഗിയുടെ ശരീരത്തിൽ വെക്കാറുണ്ട്. ഇതൊക്കെ ഹദീസിൽ. ആ മദീനയുടെ മണ്ണിന് പോലും ബർക്കത്തുണ്ട്. എന്താ കാരണം? ഉബാരിക് ലനാ ഫീ മദീനതിന, ഈ പണ്ടത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ഉബാരിക് ലനാ ഫീ സാഇന വബാരിക് ലനാ ഫീ മുദ്ദിന, ഞങ്ങളുടെ സാഇലും മുദ്ദിലും അളവിലും തൂക്കത്തിലുമൊക്കെല്ലാം
അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം. അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക വ ഖലീലുക വ നബിയുക വ ഇന്നി അബ്ദുക വ നബിയുക വ ഇന്നഹു ദആക ലിമക്ക. അല്ലാഹുവേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ ഖലീലാണ്, അബ്ദാണ്. ആ ഇബ്രാഹിം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വ ഇന്നി അദ്ഉക ലിൽ മദീന, അതുകൊണ്ട് ഈ മദീനയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ബിമിസ്ലി മാ ദആക ലിമക്ക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതുപോലത്തെ ഒരു പ്രാർത്ഥന ഞാൻ എന്റെ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വമിസ്ലഹു മഅഹു, അതിന്റെ ഇരട്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുപോലത്തെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, മദീനയ്ക്കുള്ള പ്രാർത്ഥന, ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇരട്ടി പ്രാർത്ഥന റസൂലുള്ളാഹി മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയും പുണ്യം അവിടുത്തെ നാടും അവിടുത്തെ മണ്ണും അവിടുത്തെ ഫലവർഗ്ഗങ്ങളും എല്ലാം ബറക്കത്തുള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ മദീനയ്ക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. 2 കാര്യങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കുകയില്ല. എന്താ പറഞ്ഞ റസൂൽ പറയാൻ, അല അൻഖാബിൽ മദീന, മദീനയുടെ എല്ലാ വഴികളിലും അൽ മലായിക, മലക്കുകളുടെ കാവലുണ്ടാവും. മദീനയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളിലും അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ കാവലുണ്ട്. ലാ യദ്ഖുലുഹ അത്താഊൻ വലദ് ദജ്ജാൽ, പ്ലേഗ് രോഗം മക്കയിലേക്ക് പ്രവേശിക്കുകയില്ല. പ്ലേഗ് രോഗം ഒരിക്കലും മക്കയിലേക്ക് പ്രവേശിക്കുകയില്ല. അതേപോലെ തന്നെ വലദ് ദജ്ജാൽ, ദജ്ജാലും പ്രവേശിക്കുകയില്ല. നമുക്കറിയാം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഈ 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മദീനയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചതായിക്കൊണ്ട് ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ പറഞ്ഞു ദജ്ജാല് കടക്കൂല, മക്കയിലേക്കും കടക്കൂല, മദീനയിലേക്കും കടക്കൂല. ദജ്ജാല് വരും, ഹദീസിൽ കാണാം, ദജ്ജാല് മദീനയുടെ നേരെ വരും, ഏതൊരു ഉഹുദ് മലയുടെ നേരെ മുകളിൽ കയറി നിൽക്കുന്ന. എന്നിട്ട് ആ ഉഹുദ് മലയിൽ നിന്ന് ദജ്ജാല് ചോദിക്കും, ഏതാണ് ഈ ഖസ്റത്തുൽ ബൈളാ, ഈ വെള്ളക്കൊട്ടാരം ഏതാണ് എന്ന് ദജ്ജാല് ചോദിക്കുന്ന. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂൽ അത് പറയുമ്പോൾ മസ്ജിദുൻ നബവി ഏതാണ്? ഈ ഹദീസ് റസൂൽ പറയുമ്പോൾ മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞത് ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കൂരയാണ്. ആ കൂരയെ സംബന്ധിച്ച് ആ ദജ്ജാല് വരുന്ന കാലഘട്ടത്തിൽ വെള്ളക്കൊട്ടാരമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ദൂരെ നിന്നുള്ള ചിത്രം പരിശോധിച്ച് നമുക്ക് കാണാം, ഒരു വെള്ളക്കൊട്ടാരത്തിന് സമാനമാണത്. ആ വെള്ളക്കൊട്ടാരം നോക്കിക്കൊണ്ട് ദജ്ജാല് പറയും, എനിക്കവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉഹുദ് മല പിടിച്ച് ദജ്ജാല് കുലുക്കുന്ന. അപ്പോ അവിടുന്ന് മോശപ്പെട്ട മുഴുവൻ ആളുകളും മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകും, മദീന ശുദ്ധമാക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹാ ത്വയ്ബ, മദീന ശുദ്ധിയുള്ളതാണ്, മദീന വൃത്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻഫി അൽ ഖുബ്സ അൽ ഖബസ കമാ തൻഫി നാറു ഖബസൽ ഫിദ്ദ, പിന്നെ വെള്ളിയും സ്വർണവുമൊക്കെ തീയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളിയിൽ നിന്നും സ്വർണത്തിൽ നിന്നുമൊക്കെ അതിന്റെ ചളികൾ ഇങ്ങനെ പുറത്തേക്ക് പോരും. അതുപോലെ മദീന അതിനെ ശുദ്ധിയാക്കുന്നതാണ്, അതിന്റെ വൃത്തികേടുകളിൽ നിന്ന് അതിന്റെ ആളുകൾ അത് ശുദ്ധിയാക്കും. അതുകൊണ്ടാണ് ത്വയ്ബ എന്ന പേര് മദീനക്ക് കിട്ടിയത്. ഇന്നഹാ ത്വയ്ബ തൻഫിൽ ഖബസ കമാ തൻഫിൻ നാറു അൽ ഖബസൽ ഫിദ്ദ, വെള്ളിയുടെ വൃത്തികേടിനെ തീ ശുദ്ധിയാക്കുന്നത് പോലെ മദീന അതിന്റെ അഹ്ലുകാരെ ശുദ്ധിയാക്കും. എല്ലാ വൃത്തികെട്ടവന്മാരെയും മദീന പുറത്താക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് എപ്പോഴാ റസൂൽ പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ബദർ കഴിഞ്ഞ് ഉഹദിലേക്ക് റസൂൽ പുറപ്പെടാൻ വേണ്ടി മദീനയിൽ നിന്ന് കുറച്ചാളുകളെയും കൂട്ടി ഉഹദിലേക്ക് യുദ്ധത്തിന് പോകാൻ. ആ യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ചുകൊണ്ട് കുറച്ചാളുകൾ അബ്ദുല്ലാഹ് ഇബ്നു സബൈക്ക് നേതൃത്വത്തിൽ കുറച്ചാളുകൾ തിരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പൊ സഹാബത്തിനിടെ 2 അഭിപ്രായം വന്നു, നമ്മൾ ഉഹദിന് യുദ്ധത്തിലേക്ക് പോകണ്ടേ? അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കി, എന്താണ് മുനാഫിക്കിന്റെ വിഷയത്തിൽ 2 കക്ഷിയാകുന്നത്. ഇത് അള്ളാഹു ആയത്തിറക്കി. അപ്പോഴാണ് റസൂൽ പറഞ്ഞത്, മദീനയുടെ പ്രത്യേകത അത് ഖബീസുകളെയും ത്വയ്യിബുകളെയും വേർതിരിക്കുന്ന നാടാണ്. അവിടെ വൃത്തികെട്ടവന്മാർക്ക് അധികകാലം ജീവിക്കാൻ മദീനയിൽ സാധ്യമല്ല. ആ മദീന വരെ പുറത്താക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മദീനയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അത് ഈമാനിന്റെ കേന്ദ്രമാണ് മദീന എന്ന് പറഞ്ഞാൽ ലോകത്ത് വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും എല്ലാ കാലഘട്ടത്തിലുമുള്ള കേന്ദ്രം അത് മദീനയാണ്. കാരണം മദീനത്തു റസൂലിൽ നിന്നാണ് വെളിച്ചം പറഞ്ഞിട്ടുള്ളത്. റസൂൽ പറയും, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തഅറുസുൽ ഹിബ്ബത്തു അൽ ഹബ്ബത്തു ഇലാ ജുഹരിഹ അൽ ഹബ്ബത്തു ഇലാ ജുഹരിഹ, ഒരു അൽ ഹയ്യത്തു ഇലാ ജുഹരിഹ, ഒരു പാമ്പ്
അതിന്റെ മാളത്തിലേക്ക് അഭയം കണ്ടെത്തുന്നത് പോലെ, അല്ലെങ്കിൽ പിന്നെ അത് അഭയം തേടുന്നത് പോലെ ഈമാൻ അത് മദീനയിലേക്ക് തിരിച്ചു വരും. മദീനയിലേക്കാണ് ഈമാനിന്റെ അഭയമുണ്ടാകുക എന്ന് പറഞ്ഞാൽ മദീനയിലായിരിക്കും ഈമാനിന്റെ ആവാസ കേന്ദ്രം. ഈമാൻ ഉണ്ടാകുന്നത് മദീനയിൽ മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ ആഗ്രഹിച്ച് ഈമാൻ തേടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹറമിൽ പോയി ജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകന്റെ മരണം നടന്ന നാട് മദീന നമുക്കറിയാലോ. റസൂലുള്ളാഹിന്റെ ഖബർ മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബർ ഇതൊരു നബിയുടെ ഖബറാണ് എന്ന് തീർത്തു പറയാൻ, പ്രമാണസഹിതം തെളിച്ചു പറയാൻ നമുക്ക് കഴിയുന്ന ഒരേ ഒരു ഖബർ റസൂലുള്ളാഹിന്റെ ഖബറാണ്. വേറെ നെറ്റിലടിച്ചു നോക്കിയാലും അതുപോലെ തന്നെ വേറെ ഒരുപാട് അമ്പിയാക്കന്മാരെ ഖബർ, ഇബ്രാഹിം നബിന്റെ ഖബർ, ഇസ്മായിൽ നബിന്റെ ഖബർ, ദാവൂദ് നബിന്റെ ഖബർ, മറ്റുള്ള ഖബർ എന്നൊക്കെ പറഞ്ഞ് ഒരു പനന്റെയൊക്കെ വലുപ്പത്തിൽ ഖബറുകൾ കാണാം. അതൊന്നും ആ പ്രവാചകന്മാരുടെ ഖബറാണെന്ന് ഒരു സ്ഥിരീകരണത്തിനും നമ്മുടെ കയ്യിൽ തെളിവില്ല. അതേസമയത്ത് മദീനത്തുള്ള ഖബർ അത് റസൂലുള്ളാഹിന്റെ ഖബർ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആ ഒരൊറ്റ ഭൂമിക്ക് മുകളിൽ ഇന്നൊരു പ്രവാചകന്റെ ഖബർ ഉറപ്പിച്ചു പറയാൻ പറ്റിയത് ഖബറുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ ഖബർ മാത്രമാണ്. ആ ഖബറാണെങ്കിൽ കെട്ടിപ്പൊന്തിച്ചിട്ടുമില്ല, അവിടെ ഉറൂസുമില്ല, മാമാങ്കങ്ങളൊന്നുമില്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആ മദീനത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറാ, പട്ടണങ്ങളെ തിന്നുന്ന പട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്ലാമിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന പട്ടണമാണ് മദീനത്തുർ റസൂൽ എന്ന് റസൂൽ പറയും. യൻസുറുല്ലാഹുൽ ഇസ്ലാമ ബിഹൽ മദീന, മദീനക്കാരെ കൊണ്ട് ഇസ്ലാമിന് വേണ്ടി സഹായം, ഇസ്ലാമിനെ അല്ലാഹു സഹായിക്കും. വയഫ്തഹു അല ഐദീഹിൽ ഖുറ, അവിടെ കൈകളിലൂടെ ഒരുപാട് പട്ടണങ്ങളെ മുസ്ലിമീങ്ങൾ കീഴടക്കും. ഫതുജ്ലിബുൽ ഖനായിബുൽ മദീന, ഇതിന്റെ മദീനയിലേക്ക് ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ കൊണ്ടുവരപ്പെടും. വയഅകുൽ അഹ്ലുഹ, എന്നിട്ട് അവിടെ മദീനക്കാർ ഗനീമത്ത് സ്വത്തുക്കൾ പിന്നെ ഭക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ പുണ്യമായി കൊണ്ട് മനസ്സിലാക്കിയതാണ്. ആ പുണ്യം മനസ്സിലാക്കുക, അതിന്റെ മഹത്വവും അതൊക്കെ ഈമാനിന്റെ ഭാഗമാണെന്ന് ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മദീനയുടെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ അജ്വ കാരക്കയുടെ പ്രത്യേകതയാണ്. അജ്വ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്, മദീനയിൽ മാത്രമല്ല. പക്ഷെ മദീനയുടെ അജ്വക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് മദീനയുടെ അജ്വക്ക് പ്രത്യേകത? റസൂലുള്ളാഹി മൻ തസബ്ബഹ കുല്ല യൗമിൻ സബഅ തംറാത്തിൻ അജ്വതൻ, 7 അജ്വക്കാരക്ക ഏതെങ്കിലും ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ഭക്ഷിച്ചാൽ ലം യമുറുഹു ഫീ ദാലിക്കൽ യൗമി സുമ്മുൻ വലാ സിഹറുൻ, അന്ന് വൈകുന്നേരമാകുന്നതുവരെ അവന് വിഷം തീണ്ടുകയില്ല, സിഹർ ബാധിക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ അജ്വയുടെ പ്രത്യേകതയായിക്കൊണ്ട് പഠിപ്പിച്ചതാണ്. പക്ഷെ പലപ്പോഴും ഹദീസുകളെയൊക്കെ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് വെട്ടിച്ചിരുക്കി ചെത്തിമിനിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കൊന്നും ഈ ഹദീസ് പലപ്പോഴും ദഹിക്കാറില്ല. സുമ്മ് ബാധിക്കൂല, പ്രവാചകൻ പറഞ്ഞല്ലോ വിഷം തീണ്ടൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാൾ കുരുടാൻ കുടിച്ചാൽ മരിക്കൂലേ? മൂർക്കം പാമ്പ് കൊത്തിയാൽ മരിക്കൂലേ? അജ്വാക്കാരൊക്കെ തിന്നാൽ മൂർക്കം പാമ്പ് കൊത്തിയാൽ മരിക്കൂല എന്ന് റസൂൽ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പിന്നെ എന്താ പറയാ, പിന്നെ പ്രാക്ടിക്കലായിക്കൊണ്ട് നോക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ പിന്നെ അതൊക്കെ സ്വാഭാവികമായിക്കൊണ്ട് മനുഷ്യബുദ്ധിക്കെതിരാണ് ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും തള്ളുന്നത് കാണാം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ തള്ളിക്കളയുമ്പോൾ, അതിൽ പറഞ്ഞ ആശയത്തെ നിഷേധിക്കുമ്പോൾ നമ്മൾ 100 അല്ല 10,000 അല്ല 1,00,000 വട്ടം ആലോചിക്കണം. റസൂലുള്ളാഹി ഒരു വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളെ പൊട്ടബുദ്ധി കൊണ്ട് റസൂലുള്ളാഹിന്റെ വഹീനെ തട്ടാൻ നിന്നാൽ നമ്മുടെ ഈമാൻ തെറിച്ചു പോകും. റസൂൽ അവിടെ പറഞ്ഞെന്താ? ഇവിടെ സുമ്മ് ബാധിക്കൂല എന്ന് പറഞ്ഞാൽ മൂർക്കം പാമ്പ് കൊത്തിയാൽ മരിക്കൂല എന്നല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കുരുടാൻ കുടിച്ചാൽ മരിക്കൂല എന്നല്ല. ആ ഹദീസ് വിശദീകരിച്ച് ഇബ്നു അസീറിനെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുമ്മ് എന്ന് പറഞ്ഞാൽ മരിക്കാത്ത വിഷം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പഴുതാര പോലെ, തേള് പോലെയുള്ള അങ്ങനത്തെ ചെറിയ ക്ഷുദ്രജീവിയുടെ വിഷം, അത് വൈകുന്നേരം വരെ ബാധിക്കൂല. അതുപോലെ തന്നെ സിഹറും അവനെ ബാധിക്കൂല. ഒരു പ്രൊട്ടക്ഷൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന കൊണ്ട് ആ അജ്വക്ക് ലഭിച്ച ബറക്കത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് അപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കും, റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടില്ലേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും അജ്വ കഴിക്കാൻ റസൂൽ അത്ര ധനികനൊന്നുമല്ലോ. റസൂൽ മാത്രം കഴിച്ചാൽ പോരാ, 7 അജ്വ റസൂൽ കഴിക്കുകയാണെങ്കിൽ 9 ഭാര്യമാർ അപ്പുറത്തുണ്ട്. അപ്പൊ എത്ര അജ്വാണ് റസൂലുള്ളാഹിക്ക് കഴിക്കാൻ? അജ്വ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും ഇന്നും ഏറ്റവും വില കൂടിയ ഈത്തപ്പഴമാണ് അജ്വാക്കാരക്ക്. അത് മദീനത്തിന് പ്രത്യേകതയായി ആ അജ്വാക്കാരക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിനെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ വിവരക്കേട് എന്ന് മനസ്സിലാക്കി പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളെ തള്ളാതിരിക്കലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതുപോലെ തന്നെ മദീനക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും, അവർക്ക് അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ അറാദ അഹ്ലൽ മദീനത്തി ബിസൂഇൻ, മദീനക്കാർക്ക് നേരെ ആരെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അദാബഹു അല്ലാഹു കമാ യദൂബുൽ മിൻഹ ഫിൽ മാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉരുക്കിക്കളയുന്നതാണ്. ഏതുപോലെ? ഉപ്പുവെള്ളത്തിൽ ഉരുകുന്നത് പോലെ അള്ളാഹു അവനെ ഉരുക്കിക്കളയും, അവനെ ഇല്ലാതെയാക്കി കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് വേണ്ടി പ്രത്യേകതയായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് തവണ വന്ന നാടാണ് മദീന. പ്രവാചകന്റെ ഹുജറാത്തുർ റസൂൽ, പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളുള്ളത് മദീനത്താണ്. പ്രവാചകൻ എപ്പോഴും താമസിക്കാനും കാണാനും കൊതിച്ച നാടാണ് മദീനത്തുർ റസൂൽ. ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് പുറത്തേക്ക് പോയാൽ, യുദ്ധാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ മദീനത്ത് പുറത്തേക്ക് പോയാൽ, ഫനദറ ഇലാ ജറാത്തിൽ മദീന, മദീനയുടെ അടയാളങ്ങൾ പ്രവാചകൻ കണ്ടാൽ ഔളഅ റാഹിലതുഹു മിൻ ഹബ്ബിഹാ, ആ മദീനത്തെത്താനുള്ള കൊതി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനത്തെ വേഗത്തിൽ സഞ്ചരിപ്പിക്കുമായിരുന്നു. കുതിരയാണെങ്കിലും കഴുതിയാണെങ്കിലും അത് വേഗം ചലിപ്പിച്ച് ആ നാടിലേക്ക് എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കൊതിക്കുമായിരുന്നു എന്ന് സഹാബത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ്. അതുപോലെ തന്നെ ആ മദീനത്തെ നാടുകാർ അവരാണ് അൻസാരികൾ. അല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ, അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞ സ്വന്തം വീടുകളും ഈമാനും വിശ്വാസവും മക്കക്കാർക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സഹായമാണ് മദീനക്കാർ ചെയ്തിട്ടുള്ളത്. ലോകത്തൊരു ചരിത്രത്തിലും മദീനക്കാർ മക്കക്കാരെ സ്വീകരിച്ചതുപോലെ സ്വീകരണം ലോകത്തൊരു സമൂഹം മറ്റൊരു സമൂഹത്തെ സ്വീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, അൻസാരികൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. അവരുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അൽ അൻസാറു ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, അൻസാരികളെ മുഅ്മിനീങ്ങളല്ലാതെ ഇഷ്ടപ്പെടുകയില്ല. വലാ യുബ്ഗിദുഹും ഇല്ലാ മുനാഫിഖ്, മുനാഫിഖുകളല്ലാതെ കപടന്മാരല്ലാതെ മദീനത്തെ അൻസാരികളെ വെറുക്കുകയില്ല. ഇന്ന് മുസ്ലിം കേരളത്തിൽ പോലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും സഹാബത്തിനെ ചീത്ത പറയുന്ന, സഹാബത്തിനെ വത്സിക്കുന്ന, അൻസാരികളെ കൊച്ചാക്കുന്ന ചില അല്പന്മാരെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി അവർക്ക് കപടന്മാരാണ്, കപടവിശ്വാസികളാണ് അവർ. കപടന്മാർക്ക് മാത്രമേ മദീനത്തെ ആളുകളെ വെറുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ പറയും. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മിമ്പർ, ആ മിമ്പർ വമിമ്പരി അല ഹൗളി, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ആ റസൂലുള്ളാഹിന്റെ മിമ്പർ നിൽക്കുന്ന സ്ഥലമായിരിക്കും റസൂലുള്ളാഹിന്റെ ഹൗള് നിൽക്കുന്ന സ്ഥലമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇന്ന് മസ്ജിദ് നബവി കാണുന്ന മിമ്പർ അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മിമ്പറല്ല. പക്ഷെ ആ മിമ്പർ എന്ന സ്ഥലം, ആ സ്ഥലത്തെ സംബന്ധിച്ച് വമിമ്പരി അല ഹൗളി, എന്റെ മിമ്പർ എന്റെ ഹൗളിന്റെ മുകളിലായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ മദീനത്ത് ചെന്നിട്ട് ആരെങ്കിലും, ഹറമിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മക്കയിൽ ചെന്നൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ നുദിഖുഹു മിൻ അദാബിൻ അലീം, അല്ലാഹു പറഞ്ഞതാണ്. അതേപോലെ തന്നെ മദീനത്ത് ചെന്നിട്ട് ആരെങ്കിലും ബിദ്അത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ അവന്റെ ശിക്ഷ? ഇപ്പൊ മദീനത്ത് പോയി മൗലൂദ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അത് ഇവിടെ റസൂലുള്ളാഹിന്റെ മീലാദുൻ നബി മദീനത്തുമുണ്ട് എന്ന് വഹാബികളെ തോൽപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ കേട്ടോ റസൂലുള്ളാഹിന്റെ ഹദീസ്, മൻ ഹദസ ഫീഹാ ഹദസൻ ഔ ആവ മുഹദിസൻ, ആ മദീനത്ത് ചെന്നിട്ട് ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയോ, അത് മാത്രമല്ല അവിടെ ഒരു ബിദ്അത്തുകാരന് അഭയം കൊടുക്കുകയോ ചെയ്താൽ, ഓൻ ബിദ്അത്തിന്റെ ആളാണ്, ഓൻ അവിടെ ചെന്നിട്ട് അഭയം കൊടുത്തു, ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും അള്ളാഹുവിന്റെയും ശാപം ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. അവിടെ ചെന്നിട്ട് തോന്നിയാസം കാണിക്കാൻ പാടില്ല, അവിടെ ചെന്നിട്ട് അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ പേരിൽ ബിദ്അത്ത് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ബിദ്അത്ത് ഉണ്ടാക്കൽ മാത്രമല്ല, ആ ബിദ്അത്ത് ഉണ്ടാക്കിയവന് അഭയം കൊടുത്താൽ പോലും അവൻ അള്ളാഹുവിന്റെയും മലായിക്കത്തിന്റെയും മുഴുവൻ വിശ്വാസികളുടെയും ശാപമുണ്ടാകുമെന്നാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ മുതലുള്ള നാടാണ് മദീന. റസൂലുള്ളാഹിയും അൻസാരികളും മുഹാജിറുകളും ജീവിച്ച സ്വർഗം കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള സ്വർഗമുണ്ടെന്ന് അള്ളാഹിന്റെ റസൂൽ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച മുഴുവൻ സഹാബത്തിന്റെയും കാൽ സ്പർശമേറ്റ നാടാണ് മദീനത്തുർ റസൂൽ. അതുകൊണ്ട് ആ നാടിന് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാം. അതിനെ കൊച്ചാക്കുന്ന ആളുകൾ അല്പന്മാരെ നമ്മൾ തിരിച്ചറിയുകയും മദീനത്തുർ റസൂലിലേക്ക് പോയി ജീവിക്കാൻ നമ്മൾ കൊതിയുണ്ടാകണം. അവിടുത്തെ നാട്ടിൽ പോയിക്കൊണ്ട് മരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞു മറിയാതെ വന്നുപോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു എന്നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين.